My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനങ്ങൾ. Today, by the grace of God, we are going to meditate a beautiful verse from the Bible. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ വേദപുസ്തകത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു വചനം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നു. Turn your Bibles to Leviticus chapter 26 verse 13. ലേവ്യ പുസ്തകം 26-13 വാക്യം എടുത്തു വായിക്കുവിൻ. I broke the bars of your yoke and enabled you to walk with heads held high. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ചു, നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. And Jeremiah 2:20, through prophet Jeremiah, the Lord says, I have broken your yoke and burst your bonds. ഇരമ്യാവ് 2:20 വാക്യത്തിലും ഇരമ്യ പ്രവാചകൻ മുഖാന്തരം ദൈവം പറയുന്നു, ഞാൻ നിന്റെ നുകം തകർത്തു, നിന്റെ കയറു പൊട്ടിച്ചു. And also in Leviticus chapter 26 verse 13, the Lord says to Israelites, I am the Lord your God. I have broken the bonds of your yoke and made you walk upright. ലേവ്യ പുസ്തകം 26:13 ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. My friends, you may be going through a lot of troubles and yoke on the head of your body. സ്നേഹിതന്മാരെ, നിങ്ങൾ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയായിരിക്കാം. നിങ്ങൾ നുകക്കൈകൾക്ക് കീഴെ ആയിരിക്കാം. You may be carrying worries and cares of this world. നിങ്ങൾ ഈ ലോകത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും വഹിക്കുകയാവാം. That is a bonds you may be carrying. അതായിരിക്കാം നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കയറുകൾ. But the Lord says, I can deliver you from the bonds of any problem, any kind of bond, and you can be delivered, my child. എന്നാൽ ദൈവം പറയുന്നു, ഏതൊരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ എനിക്ക് കഴിയും, നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാനാകും. Acts 15:9 and 10 says, God made no distinction between us and them, and purifying their hearts by faith, we shall be saved in the same manner as they. പ്രവൃത്തികൾ 15:9-10 വാക്യങ്ങൾ പറയുന്നു, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കും. You have to become the child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി തീരണം. You have to put all your belief upon the Lord Jesus Christ. നിങ്ങൾ കർത്താവായ യേശുവിൽ മാത്രം വിശ്വാസം അർപ്പിക്കണം. Then all these promises will be happening in your lives. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. Yes, my friends, you have to believe that the Lord Jesus has taken on his head, on his body, on the cross. അതെ സ്നേഹിതന്മാരെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും ക്രൂശിൽ തന്റെ മേൽ വഹിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. Galatians 2:20 says, I have been crucified with Christ. ഗലാത്യർ 2:20 ഇപ്രകാരം പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. In the same way, you have to be crucified with the Lord Jesus Christ on the cross. അതുപോലെ നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെടണം. Then you will be delivered from all your problems, all the heartache. അപ്പോൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും ഹൃദയവേദനകളിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടും. Don't be worried about anything. നിങ്ങൾ ഒന്നിനെ കുറിച്ചോർത്തും വിഷമിക്കേണ്ട. Now we are going to pray. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. And leave all the problem, all the heartaches we are having in our lives. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകല വിഷമങ്ങളെയും ഹൃദയവേദനകളെയും നമ്മൾ വിട്ടുകളയുവാൻ And you shall be delivered right now in a miraculous way. ഇപ്പോൾ അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കും. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Our precious heavenly Father, ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ thank പിതാവേ, you Lord for the promises of God, and the Lord, you are going to do everything for our sake. കർത്താവേ, ദൈവിക വാഗ്ദത്തങ്ങൾക്കായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു തീർക്കുവാൻ പോകുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. You have taken away all the problems of our lives on the cross. ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അങ്ങ് ക്രൂശിൽ അങ്ങയുടെ മേൽ വഹിച്ചുവല്ലോ. Lord, hear all the problems of your children. കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു, അതെല്ലാം അങ്ങ് കേൾക്കണം. Let them be delivered by the power of God. അവർ ദൈവശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. Lay the mighty hand upon each and everyone who is crying. കർത്താവേ, അങ്ങയോട് നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ വല്ലഭത്വമുള്ള കരം വെക്കണമേ. Have mercy upon them. കർത്താവേ, അവരോട് മനസ്സലിയണമേ. Deliver each one of them. അവരെ ഓരോരുത്തരെയും അങ്ങ് വിടുവിക്കണമേ. Let them be blessed abundantly. അവർ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ In പ്രാപിക്കട്ടെ. Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.
My friends, are you looking for a beautiful partner in your life? സ്നേഹിത, നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു ജീവിത പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുകയാണോ? God is ready to give you a partner beautiful both inside and outside. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യമുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. You can find them in our True Friend Matrimony website. ഞങ്ങളുടെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ പങ്കാളിയെ കണ്ടെത്താം. The perfect match from the background of your choice and a godly person is found there. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പൊരുത്തമുള്ള ദൈവഭക്തിയുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താം. Contact True Friend Matrimony website today. ഇന്ന് തന്നെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റുമായി ബന്ധപ്പെടുവിൻ.